നമസ്കാരം. ഖലിസ്ഥാൻ ഭീകര സംഘടനകൾ കാനഡ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം കൃത്യമായ അറിവുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ഭീകര സംഘടനകളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് തന്നെ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ സർക്കാർ ഈ ഖലിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് നൽകിയ പിന്തുണയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണവുമായി കാനഡ പിന്നീട് രംഗത്ത് വന്നിരുന്നു. ഏതാനും ചില ഖലിസ്ഥാൻ ഭീകരവാദികൾ കാനഡയിലും അമേരിക്കയിലും മറ്റും കൊല്ലപ്പെട്ടു. ഇത് ഇന്ത്യൻ ഏജൻസികളാണ് ചെയ്തത് എന്നാണ് കാനഡ ആരോപിച്ചത്. എന്നാൽ ഇപ്പോൾ കാനഡയിൽ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഖലിസ്ഥാനി സംഘടനകളെ പിന്തുണച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ തിരിച്ചടി കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നുവെങ്കിലും അവിടെ ഒരു നേതൃമാറ്റം സംഭവിച്ചു. അതുമാത്രമല്ല, ഖലിസ്ഥാനി സംഘടനകളെ പിന്തുണച്ച പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ആ പാർട്ടിക്ക് NDP എന്ന ആ പാർട്ടിക്ക് അവിടെ വലിയ അംഗീകാരം, അല്ലെങ്കിൽ കേന്ദ്ര ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും അവിടെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇപ്പോൾ കാനഡയ്ക്ക് പിന്നാലെ പോർച്ചുഗലും ഇത്തരം ഖലിസ്ഥാനി സംഘടനകളുടെ ഒരു വളക്കൂറുള്ള മണ്ണായി മാറുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. പോർച്ചുഗലിൽ പ്രവർത്തിക്കുന്ന ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ പോലുള്ള ഖലിസ്ഥാനി ഭീകര സംഘടനകൾക്ക് ISIയുമായി, പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പാകിസ്ഥാന്റെ ISI ഈ ഖലിസ്ഥാൻ സംഘടനകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് പഞ്ചാബിൽ മുംബൈ മോഡൽ ആക്രമണം നടത്താൻ തുനിഞ്ഞു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. ഈ ആക്രമണത്തിന് കോപ്പുകൂട്ടിയിരുന്ന ഭീകര സംഘങ്ങളെ നേരത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു സംഘം കൂടി പിടിയിലാവുകയാണ്. അതായത് പോർച്ചുഗൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനീന്ദർ ബില്ല എന്ന ഒരു ഖലിസ്ഥാൻ ഭീകരവാദിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതോടൊപ്പം തന്നെ മനു അഗ്വാൻ എന്ന അമേരിക്ക കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അമേരിക്കയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഖലിസ്ഥാൻ ഭീകരൻ. ഈ ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഓപ്പറേഷൻ വിഭാഗം തലവനായി ഇയാൾ ഈ അടുത്തിടെ ചുമതല ഏറ്റിരുന്നു. ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബബ്ബർ ഖൽസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്ന് മാത്രമല്ല, പോർച്ചുഗലിൽ ബബ്ബർ ഖൽസയ്ക്ക് വലിയൊരു അടിസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമവും ഈ രണ്ടുപേരും നടത്തുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, 6 അംഗ ഭീകര സംഘമാണ് ഇന്ന് പഞ്ചാബിൽ നിന്നും പിടിയിലായിട്ടുള്ളത്. ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ തോതിലുള്ള റെയ്ഡുകളും പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭീകര സംഘത്തെ പിടികൂടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. പഞ്ചാബ് പോലീസിന്റെ വിവിധ വിഭാഗങ്ങൾ അടക്കമാണ് ഈ ഒരു റെയ്ഡിൽ പങ്കെടുത്തത്. ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇൻപുട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ ഭീകരാക്രമണത്തിന് കോപ്പുകൂട്ടുകയായിരുന്ന 6 അംഗ ഖലിസ്ഥാൻ ഭീകര സംഘത്തെ ഇന്ന് പിടിയിലാവുന്നത്. അതായത് ഈ സംഘടനകൾക്ക് പാക് ISIയുമായി ബന്ധമുണ്ട്. പാക് ചാരസംഘടനയായ ISI ഇവരെ കൊണ്ട് ഇന്ത്യക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഭീകരാക്രമണങ്ങൾ നടത്തുക, ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. അതിനപ്പുറം ഭീകരവാദികളായ അല്ലെങ്കിൽ ഭീകര സംഘടനകളിലേക്ക് പ്രവർത്തിക്കാനായി ഇന്ത്യയിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനം നൽകി ഇന്ത്യയിൽ കശ്മീരിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഇപ്പോൾ പാകിസ്ഥാന് പിന്നിലുണ്ട്. പണ്ട് മഹാരാഷ്ട്രയിൽ ദാവൂദ് ഇബ്രാഹിമിനെ മറയാക്കിക്കൊണ്ട് പാക് ISI നടത്തിയ ചില ശ്രമങ്ങൾ, അതേ ശ്രമങ്ങൾ അല്ലെങ്കിൽ അതേ മാതൃകയിൽ പഞ്ചാബിൽ നടത്താൻ ആഗ്രഹിക്കുന്നു ആ സംഘടന എന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ എന്ന ഉദ്ദേശം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു അറസ്റ്റാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി, വലിയ ആക്രമണ ലക്ഷ്യങ്ങളോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഭീകര മോഡ്യൂളാണ് ഇന്ന് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടുകൂടി പഞ്ചാബ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതോടുകൂടി പോർച്ചുഗൽ എന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടി, അല്ലെങ്കിൽ ഭീകരർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രം കൂടി ലോകത്തിന് മുന്നിൽ വെളിവാവുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പോർച്ചുഗലിൽ ഇന്ത്യൻ എംബസിക്ക് നേരെ ഒരു പ്രകടനം പാക് അനുകൂലികൾ നടത്തിയത്. പാക് പൗരന്മാർ എന്ന വ്യാജേന പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഏതാനും ചില ആളുകൾ ഇന്ത്യൻ എംബസിക്ക് നേരെ പ്രകടനം നടത്തുകയും ഇന്ത്യൻ എംബസിയെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ പോവുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇന്ത്യൻ എംബസി അതിന് കൃത്യമായ മറുപടി നൽകി. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഈ പാക് അനുകൂലികൾക്ക് മുന്നിൽ വലിയൊരു ബാനർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്
നിന്നിട്ടില്ല, അതിപ്പോഴും തുടരുകയാണ് എന്ന ഒരു സന്ദേശമാണ് ആ ബാനറിൽ ഉണ്ടായിരുന്നത്. ഇതോടുകൂടി പാക് അനുകൂലികൾ അവിടെ നിന്ന് പിൻവലിയുകയായിരുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പോർച്ചുഗലിൽ നടക്കുന്നതിന് പിന്നിൽ ഈ ബബ്ബർ ഖൽസ പോലുള്ള സംഘടനകളാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവർക്ക് പാകിസ്ഥാൻ ചാരസംഘടനയുടെ സഹായമുണ്ട്. ജിഹാദി സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളെയും ഗുണ്ടാ സംഘങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പുതിയ പദ്ധതിയുടെ ഭാഗമാണിത് എന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.